ഡ്രൈവറില്ല, കണ്ടക്ടറില്ല, എന്തിന് ബസ് പുറത്തേക്ക് ഓടില്ല. പക്ഷെ ഭീമനാട് ഗവൺമെന്റ് UP സ്കൂളിന്റെ വായനാ യാത്ര ഈ വണ്ടിയിലാണ്. വലിയ വീട്ടിലെ ആനന്ദം. ഞായറാഴ്ച നട്ടുച്ച, തിളക്കുന്ന വെയിൽ. കുട്ടി ശരം വിട്ടതുപോലെ റോഡിലൂടെ താഴോട്ട് കുതിച്ചു. വഴിക്ക് ആരെയും കണ്ടില്ല. മുമ്പിൽ കടലിൽ തിരയടിക്കുമ്പോൾ തോന്നി അവന്റെ കിശയിൽ ഒരു 5 രൂപ നാണയമുണ്ട്. സ്കൂളിൽ ഒരു വായനാമുറി വേണം. പ്രത്യേകമായി ഒരു മുറി അതിന് അനുവദിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല. എന്തു ചെയ്യും? ആവശ്യങ്ങളാണല്ലോ പലപ്പോഴും പുതിയ വഴികൾ കണ്ടെത്താൻ സഹായിക്കുക. കൊറോണ സമയത്ത് ഈ KSRTC ലോ ഫ്ലോർ ബസ്സുകൾ ഇങ്ങനെ ഉപയോഗയോഗ്യമല്ലാതെ കിടക്കുകയാണ്. അപ്പം അത് മിൽമ ബൂത്തുകൾക്ക് അതുപോലെ കുടുംബശ്രീ ആവശ്യങ്ങൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ മുന്നേ വർക്ക് ചെയ്ത ഒരു ടീച്ചർ എന്നോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ പെട്ടെന്നൊരാശയം ഇങ്ങനെ വായനവണ്ടി ആനവണ്ടി വന്നേ വായനവണ്ടി എന്നുള്ളൊരാശയം മനസ്സിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ കുട്ടികളായിട്ട് ഇങ്ങനെ സംസാരിച്ചു. ഇങ്ങനെ 100 കുട്ടികൾ നിവേദനം ഗതാഗത വകുപ്പിന് അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു സാറിന് സമർപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും മാതൃഭൂമി സീഡ് റിപ്പോർട്ടറുമായിരുന്ന അംനം വലീദാണ് വായനാമുറിക്കായി KSRTCയുടെ ഉപയോഗശൂന്യമായ ബസ് അനുവദിക്കണമെന്ന് ആദ്യം കത്തെഴുതി ആവശ്യപ്പെട്ടത്. അധികം വൈകാതെ തന്നെ ഒരു KSRTC ബസ് സ്കൂളിന് കിട്ടി. പിന്നെ ചെറിയ ചില നവീകരണങ്ങൾ. അക്ഷരത്തിൻ്റെ വലിയൊരു ലോകം കുട്ടികൾക്ക് മുന്നിൽ തുറന്നു. കണ്ടോ, കുട്ടികളൊക്കെ ഇരുന്ന് വായിക്കുന്നത് നോക്കൂ. എല്ലാവർക്കും ഇപ്പോൾ വായനയോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അതിന് ഈ വായനാ വണ്ടി വലിയൊരു കാരണമായി മാറി. നല്ല ഹാപ്പി ആയിട്ട് ഇവിടുന്ന് വായിക്കാൻ കഴിയും. ഒരു ശാന്തതയുള്ള സ്ഥലമാണ്. വായിക്കുന്ന ഇടയ്ക്ക് ഞങ്ങൾ ഈ യാത്ര പോണ പോലെയാണ് ഞങ്ങൾക്ക് തോന്നി. വണ്ടിയിലിരിക്കുമ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ സ്കൂളിലെ സ്ഥല പരിമിതികൾ ഉണ്ടായിരുന്നു. അതൊക്കെ മറികടന്ന് നല്ലൊരു പദ്ധതിയാണ് ഒരുക്കിയിട്ടുള്ളത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.